ഹലോ അസ്സലാമു അലൈക്കും. ഫോർ മോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടിലം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി എഗ് ചിക്കൻ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പിയാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ബോയിൽഡ് എഗ് വെച്ചിട്ടാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സിമ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി കൂടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഞാൻ 4 മുട്ട ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ചിക്കന് പിക്ചറിൽ കാണുന്ന പോലെ സ്പൈസി ബ്രെഡഡ് ചിക്കൻ ഫില്ലറ്റ് ആണ്. ഇത് റെഡിമെയ്ഡ് ആണ്. നിങ്ങൾക്കത് വാങ്ങാൻ ആഗ്രഹമില്ലെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റില്ലെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് കുരുമുളകും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ അത് നിങ്ങളുടെ ഓപ്ഷൻ. ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ്റെ ബ്രസ്റ്റ് തന്നെ വേണം. എന്നിട്ടിത് കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് കുക്കുംബർ, ടൊമാറ്റോ അതൊക്കെ സ്ലൈസ് ചെയ്തെടുത്താണ്. അതേപോലെ ബോയിൽഡ് എഗ് 4 ആയിട്ടാണ് സ്ലൈസ് ചെയ്തെടുത്തത്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മയോണൈസ്, ട്രയാങ്കുലർ ചീസ്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അതായത് സാധാരണ പാനിലൊന്ന് ചൂടാക്കിയെടുത്തത്. പിന്നെ ഫസ്റ്റ് ലെയർ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തതിന് ശേഷം മയോണൈസ് സ്പ്രെഡ് ചെയ്തിട്ട് ചിക്കൻ ഫില്ലറ്റ് 2 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഒരു സ്ലൈസ് ചെയ്ത് ടൊമാറ്റോ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു സ്ലൈസ് ബ്രെഡ് കൂടെ വെച്ചിട്ട് അതിൽ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോയിൽഡ് എഗ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ കുക്കുംബർ, കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് സ്ലൈസ് ഓഫ് ബ്രെഡ് വെക്കുക. അതിന് മേലെ വീണ്ടും ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഫില്ലറ്റ് വീണ്ടും 2 പീസ് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് മറ്റൊരു ബ്രെഡ് കൊണ്ട് കവർ ചെയ്ത് ഈ കവർ ചെയ്യുന്ന ബ്രെഡിൽ നമ്മൾ കുറച്ച് മയോണൈസും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാനിലോ അല്ലെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. അതിൽ 2 ഭാഗവും ശ്രദ്ധിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 4 സൈഡ്സും ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിത് 4 ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ബ്രെഡ് ചെറുതാണെങ്കിൽ 2 ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം. കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് കുറച്ച് വെള്ളവും കാഷ്യൂവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം.
വേവിച്ചതിന് ശേഷം അത് തണുക്കാൻ മാറ്റി വെക്കണം. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നല്ല ഐസാക്കി വെച്ച പാലും കുറച്ചധികം പഞ്ചസാരയും പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റും കാഷ്യൂയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഇതാ നമ്മുടെ ജ്യൂസ് റെഡിയായി. ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പേ കുറച്ച് അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് അനാർ മേലെയും ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂ നമ്മുടെ ക്യാരറ്റിൻ്റെ കൂടെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ക്യാരറ്റിൻ്റെ ജ്യൂസാണെന്ന് പറയില്ല. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.